നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സ്റ്റോറി 2വുമായി ബന്ധപ്പെട്ട ഹർജിയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. ചിത്രത്തിന്റെ ഉള്ളടക്കം പരിശോധിക്കുന്നതിനായി ഹൈക്കോടതി ബുധനാഴ്ച സിനിമ കാണും. വിവാദ ചിത്രം കേരള സ്റ്റോറി 2വിന് പ്രദർശനാനുമതി നൽകരുതെന്നും സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതി ഇടപെടൽ. കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക അവഗണിക്കാനാവില്ലെന്ന് ഹർജി പരിഗണിച്ച് കോടതി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. കാരണം കേരള സ്റ്റോറി എന്നാണ് പേര്, ട്രൂ സ്റ്റോറി എന്നും പറയുന്നു. നാളെ സിനിമ കാണും. ഉള്ളടക്കം എന്താണെന്ന് തിരിച്ചറിയണ്ടേ? സിനിമ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതെന്ന് പറയുന്നത് ശരിയല്ല. ചിത്രം കേരളത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം ചിത്രത്തിന്റെ ടീസർ പിൻവലിക്കാൻ നിർമ്മാതാക്കൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും സുപ്രീം കോടതി. ബാക്കി എന്തെങ്കിലും സ്വർണം ശബരിമലയിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റിനെതിരെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയാണ് ശബരിമലയിൽ സ്വർണം വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചത്. കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ചോദിക്കാതിരിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് പറഞ്ഞു. ആരോഗ്യകാര്യങ്ങൾ പരിഗണിച്ചാണ് എസ് ജയശ്രീക്ക് ജാമ്യം അനുവദിച്ചത്. മറ്റൊരു പ്രതികൾക്കും യാതൊരു ഇളവും നൽകില്ലെന്ന് കോടതി സൂചന നൽകി. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി പങ്കജ് ഭണ്ഡാരിക്ക് ഒരു ബന്ധവുമില്ലെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. സ്വർണം പൂശുക മാത്രമാണ് അദ്ദേഹത്തിന്റെ ജോലി. മംഗൾയാനിലും ചന്ദ്രയാനിലുമൊക്കെ സ്വർണം പൂശി നൽകിയിട്ടുണ്ട്. സ്വർണം മോഷ്ടിക്കേണ്ട സാഹചര്യമില്ലെന്നും പരാതിക്കാരൻ പറഞ്ഞു. AI ഉച്ചകോടിയിലെ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചിബ് അറസ്റ്റിൽ. ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഉദയഭാനു ചിബിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. ഉദയഭാനുവിനെ പോലീസ് 20 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയിലെ പ്രദർശന ഹാളിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. സർക്കാർ വിരുദ്ധവും ഇന്ത്യ-US വ്യാപാര കരാറിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയ ടീഷർട്ടുകൾ കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. അതേസമയം തങ്ങൾക്കെതിരെ ഗുരുതര വകുപ്പിൽ കേസെടുക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് വേളയിൽ സമാനമായ രീതിയിൽ BJP സമരം നടത്തിയിട്ടുണ്ടെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജീവനക്കാർക്ക് സന്ദേശം ലഭിച്ചതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ച കോടതി ഇനി കൂടുതൽ സന്ദേശങ്ങൾ അയക്കരുതെന്ന് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ സ്പാർക്കിൽ വിവരങ്ങൾ ലഭിച്ചു? ജീവനക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടരുതെന്നാണ് സുപ്രീം കോടതി വിധിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷയുണ്ടെന്നും ഏതൊരാൾക്കും വിവരങ്ങൾ ലഭിക്കുമോ എന്നും കോടതി ചോദിച്ചു. സർക്കാർ നടപടി പ്രഥമ ദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ആളുകൾക്ക് ആവശ്യമില്ലാത്ത വിവരങ്ങളാണ് സർക്കാർ പ്രചരിപ്പിക്കുന്നത്. വിഷയത്തിൽ ഉയർന്ന ആക്ഷേപം അതീവ ഗൗരവതരമാണെന്ന് പറഞ്ഞ ഹൈക്കോടതി ഓഫീസിൽ നിന്ന് ഓരോ വ്യക്തിക്കും എത്ര സന്ദേശങ്ങൾ അയച്ചു എന്ന വിവരം വിശദമാക്കി സത്യവാങ്മൂലം നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. വൈറ്റില റെയിൽവേ ട്രാക്കിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷാജി എന്നയാളെയാണ് മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കോട്ടയം ചിങ്ങവനം സ്വദേശി സുധാ ബേബിയാണ് കൊല്ലപ്പെട്ടത്. സംഭവ സ്ഥലത്ത് യുവതിയും പ്രതിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായതിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് സൂചന. മൃതദേഹത്തിനടുത്തു നിന്ന് ലഭിച്ച ഫോൺ സുധാ ബേബിയുടെ പേരിലുള്ളതാണെന്ന് പോലീസ് കണ്ടെത്തി. CCTV ദൃശ്യങ്ങളുടെയും മറ്റ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഷാജി എന്ന പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. യുവതിയുടെ മുഖത്ത് പാടുകളും ശരീരമാസകളും രക്തക്കറകളും ഉണ്ടായിരുന്നു. ട്രാക്കിലും രക്തക്കറ കണ്ടെത്തിയിരുന്നു. മൃതദേഹം കിടന്നിരുന്നത് വൈറ്റില ഫ്ലൈ ഓവറിന് നേരെ താഴെയുള്ള ഉപയോഗശൂന്യമായ ട്രാക്കിലാണ്. വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നു മരിച്ച 4 പേരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതവും പരിക്കേറ്റയാൾക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ O സദാശിവൻ. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണുണ്ടായ അപകടത്തിൽ അത്തോളി സ്വദേശികളായ കൊളക്കാട് കൊടുവമ്പത്ത് താഴേക്കുനി അഷ്റഫ്, കൊങ്ങന്നൂർ കുനിയിൽക്കടവ് മല്ലിശ്ശേരി താഴെ നുജും വീട്ടിൽ ബഷീർ, കിണാശ്ശേരി കുളംകുഴിനിലം ബൈത്തുൽ ഹുദയിൽ ജബ്ബാർ, തിരുവാങ്ങൂർ സ്വദേശി വിനോദ് എന്നിവരാണ് മരിച്ചത്. അതേസമയം പൊളിച്ചു പണിയാൻ തീരുമാനിച്ച കെട്ടിടമാണ് തകർന്നതെന്നും എന്നാൽ ലൈസൻസ് ഉള്ളവരെ ഇറക്കിവിട്ടിരുന്നില്ലെന്നും മേയർ പറഞ്ഞു. അപകടമുണ്ടായ കെട്ടിടം അൺഫിറ്റ് പട്ടികയിലില്ല. റിപ്പോർട്ട് കിട്ടിയ ഉടൻ ആളുകളെ ഇറക്കിവിടാൻ കഴിയില്ല. കോർപ്പറേഷൻ 16 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് 2022 കണ്ടെത്തിയിരുന്നുവെന്നും മേയർ പറഞ്ഞു. ഐത്തല കളരിക്കൽ കടവിൽ പമ്പാ നദിയിൽ കാണാതായ 2 +2 വിദ്യാർത്ഥികളുടെയും മൃതദേഹം കണ്ടെത്തി. മൈലപ്ര വടക്കേമറ്റപ്പള്ളിൽ ബിജു സാം വർഗീസിന്റെ മകൻ ക്രിസ് സാം ബിജു, കോന്നി വെള്ളപ്പാറ കിടങ്ങയിൽ ബിനുവിന്റെ മകൻ ജോഷിൻ ബിനു എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. മൈലപ്ര മൗണ്ട് ബഥനി സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് ഇരുവരും. തിങ്കളാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത്. റാന്നി ഐത്തലയിൽ പമ്പാ നദിയിലെ കളരിക്കൽ കടവിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇവർ. സഹപാഠിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഐത്തലയിലെത്തിയ 10-അംഗ സംഘത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തട്ടിപ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിനെ ED ചോദ്യം ചെയ്യുന്നു. രാവിലെ 10-ന് ശേഷമാണ് NM രാജുവും ഭാര്യയും കൊച്ചിയിലെ ED ഓഫീസിലെത്തിയത്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠര് രാജീവർ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു. എന്നാൽ രാജു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് നിഷേധിച്ചിരുന്നു. ആന്റണി MP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 2 കോടി രൂപ വാങ്ങിയ ശേഷം തിരികെ നൽകാതെ കബളിപ്പിച്ചെന്നും രാജു വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം നിക്ഷേപ തട്ടിപ്പ് കേസിൽ 2 വർഷമായി നെടുമ്പറമ്പിൽ ഫിനാൻസിനെതിരെ ED അന്വേഷണം നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേ തടഞ്ഞുകൊണ്ടുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിലും അതിൽ ഫീഡ്ബാക്ക് തേടുന്നതിലും എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചു. ഭരണപരമായ ഇത്തരം തീരുമാനങ്ങളിൽ കോടതികൾ അനാവശ്യമായി ഇടപെടരുതെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.